നമസ്കാരമുണ്ട്. ബിനിക്കുട്ടൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ അറിയിപ്പായിട്ട് വന്നിരിക്കുന്നതാണ്. അതായത് നമ്മൾ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി വഴി അംഗത്വമായിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. ഒരുപാട് പേര് അതിനകത്ത് അംഗമാവാനുമുണ്ട്. ചിലർ മടിച്ച് പുറമോട്ട് നിൽക്കുന്നു. ചിലർക്ക് ഇതറിയാം. ചിലർ ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നുണ്ട് വർഷങ്ങളായിട്ട്. ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് വേണ്ടല്ലോ, നമ്മുടെ കുട്ടികൾക്ക്, നമുക്ക്, നമ്മുടെ കുട്ടികളുടെ കല്യാണത്തിന്, പഠനത്തിന്, പിന്നെ വിദ്യാഭ്യാസ ലോണുകൾ, ലാപ്ടോപ്പ് വിതരണം, അങ്ങനെ പല കാര്യങ്ങൾ, സ്കോളർഷിപ്പുകൾ എന്ന് വേണ്ട നമുക്ക് തൊഴിലാളികൾക്ക് വേണ്ടി ചികിത്സാ ധനസഹായങ്ങൾ, മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പെൻഷൻ വരെ. പെൻഷൻ പിന്നെ പറയാം. പെൻഷൻ നമുക്ക് 60 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് കിട്ടും. അത് പിന്നീടുള്ള കാര്യം. അപ്പം ഇപ്പോൾ ഉള്ള അറിയിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ സജീവരായിട്ടുള്ള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ട് പ്രവർത്തില്ല. അതായത് സജീവരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കുടിശ്ശികയില്ലാതെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഫണ്ട് അടച്ച് വരുന്ന തൊഴിലാളികളുണ്ടല്ലോ, കുടിശ്ശികയില്ലാതെ. കുടിശ്ശികയുള്ളവർക്ക് അടയ്ക്കാൻ ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി കൊടുത്തായിരുന്നു. അത് അടച്ചിട്ടുണ്ടെന്ന് കരുതുന്ന എല്ലാവരും. അപ്പോൾ അങ്ങനെ ഉള്ളവർ, അതായത് നമ്മൾ 2024 മാർച്ച് മാസത്തിനും വരെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള തൊഴിലാളികൾ, അവരുടെ കുഞ്ഞുങ്ങൾക്ക്, അത് 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ആർക്കായാലും ശരി, പഠനോപകരണ വിതരണത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഠനോപകരണ വിതരണം എന്ന് പറയുമ്പോൾ 1 തൊട്ട് 7, അതായത് സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ അതിന് വേണ്ട അപേക്ഷ ഡേറ്റ് 27/7/2024, അതായത് ജൂലൈ 27 വരെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അപേക്ഷ കൊടുക്കുക. മുൻകാലങ്ങളിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഇവിടെ നടത്തി വരുന്ന ഒരു പരിപാടിയാണിത്. പക്ഷേ അവർ പിന്നെ ഡേറ്റ് നീട്ടാറുണ്ട്. ഈ വട്ടം ഡേറ്റ് നീട്ടുമല്ലോ എന്ന് അറിയാൻ പറ്റത്തില്ല. അപേക്ഷകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് പിന്നെ ഡേറ്റ് നീട്ടി കൊടുക്കുക ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഇതിൽ പെടുന്ന ആൾക്കാർ, അതായത് സ്ഥിരമായിട്ട് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഫണ്ട് അടച്ച് ഉള്ളവർ, അതായത് മാർച്ച് 2024 മുമ്പ് അംഗത്വം എടുത്തിട്ടുള്ള ആൾക്കാർ, അവർക്ക് 1 തൊട്ട് 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ ഈ അപേക്ഷ സമർപ്പിക്കേണ്ട വേണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞിൻ്റെയും നമ്മുടെ ആധാറിൻ്റെ കോപ്പി, പിന്നെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ നമ്മുടെ പാസ്ബുക്കില്ലേ, ക്ഷേമനിധി ബോർഡിലെ അത് ലാസ്റ്റ് ക്ഷേമനിധി, അതായത് ഈ മാസം അപേക്ഷ കൊടുക്കുന്നെങ്കിൽ കഴിഞ്ഞ മാസം വരെയുള്ള നമ്മളെ ക്ഷേമനിധി അടച്ച പതിപ്പിക്കുമല്ലോ, അതിൻ്റെ കോപ്പിയും വേണം, അതിൻ്റെ രസീതും വേണം. പിന്നെ സ്കൂളിൽ നിന്നുള്ളൊരു ഇതും, അതിൻ്റെ അപേക്ഷ അക്ഷയയിലേക്ക് കിട്ടും. അക്ഷയയിൽ നിന്ന് മേടിച്ചാൽ മതി. അപ്പോൾ ഇത്രയായിട്ട് 27/7/2024 ജൂലൈക്ക് മുമ്പായിട്ട് ബന്ധപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ തൊഴിലാളികളാണെങ്കിൽ ആ ക്ഷേമനിധി ബോർഡിൽ കൊടുക്കുക. കൊല്ലം ജില്ലയിലാണെങ്കിൽ അവിടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, എല്ലാ ജില്ലയിലും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട്, അതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ കൊടുക്കുക. അപ്പോൾ അവിടെ കൊടുത്തിട്ട് ഈ ആനുകൂല്യം കൈപ്പറ്റുക. കാരണം ഇപ്പം മഴക്കാലമാണ്, നമുക്ക് ഓട്ടം വളരെ കുറവാണ്, എല്ലാവർക്കും പനിയും മറ്റു രോഗങ്ങളൊക്കെയാണ്. അപ്പം നമുക്കിപ്പം ഇങ്ങനൊരു ആശ്വാസം കിട്ടും. നമുക്കുള്ള ഔദാര്യമൊന്നുമല്ല, നമുക്കുള്ള അവകാശങ്ങളാണ് ഇതൊക്കെ തരുന്നത്. പക്ഷേ ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അവർ പല രീതിയിലുള്ള അനൗൺസ്മെൻറ്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇടയിലൊന്നും എത്തിച്ചേരുന്നില്ല അങ്ങനെയുള്ള അറിയിപ്പുകൾ. ഇങ്ങനെയുള്ള ചിലർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നതിൻ്റെ പേരിലാണ് ഇതെല്ലാവരിലും എത്തിച്ചേരുന്നത്. അപ്പം എല്ലാവരും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെടുക്കുക. അതുപോലെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശികയുള്ളവർക്ക് അടയ്ക്കാൻ ഇപ്പോൾ അവസരങ്ങളുണ്ടായിരുന്നു. അത് അടച്ചെന്ന് കരുതുന്ന എല്ലാവരും അടയ്ക്കുക. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ കുടിശ്ശിക ഉണ്ടായിരുന്നു, അടച്ചായിരുന്നു. അപ്പം ഇത് വലിയ എമൗണ്ടൊന്നുമില്ല. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയുടെ മാസം 150 രൂപ, തൊഴിലാളി വിഹിതം മുതലാളി വിഹിതം 150 രൂപ ആവുന്നുള്ളൂ. എല്ലാവരും അടച്ച് അംഗത്വം കൊടുക്കുക. അതിൻ്റെ പ്രയോജനം ഇപ്പം കിട്ടത്തില്ലെങ്കിൽ തോന്നുന്നെങ്കിൽ പോലും പ്രായമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ എന്തുവാ അതിൻ്റെ പ്രയോജനം, നമ്മൾ ചിന്തിക്കും. ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇത് മേടിച്ചെടുത്ത ആരും ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ആനുകൂല്യങ്ങളുള്ള ഒരു സെക്ഷനാണ് നമുക്ക് വേണ്ടി, നമ്മുടെ ഡ്രൈവർമാർക്ക് വേണ്ടിയുള്ള കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. എല്ലാ ജില്ലയിലും ഉണ്ട്, 14 ജില്ലയിലും ഓഫീസുണ്ട്. അപ്പോൾ ഇത് അംഗത്വം എടുക്കുന്ന കാര്യങ്ങളും മറ്റു വിവരങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം ഇതെല്ലാവരും, ഇപ്പോൾ മഴക്കാലമാണ്, ഓട്ടം കുറവാണ്, എന്തായാലും 10,500 രൂപയ്ക്കകത്ത് 2,000 രൂപയ്ക്കകത്തുള്ള ഒരു പഠനവനെ കിട്ടുമായിരിക്കും. കാരണം ബാഗുകൾ, ബുക്കുകൾ, കുടകൾ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, കാൽക്കുലേറ്റർ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും. ചിലപ്പോൾ ഡ്രസ്സും എന്തെങ്കിലും കാണുമായിരിക്കും. എന്തായാലും കുറയത്തില്ല, എല്ലാ വർഷവും കൊടുത്തു വരുന്നതാണ്. അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തിട്ട് അവരെ അറിയിക്കും ഏത് ദിവസം ചെല്ലണം, അവർ ഫോൺ വിളിച്ച് പറയും. അപ്പം ബാക്കി അതിപ്പോൾ മേടിച്ചെടുക്കുകയെന്നേ ഉള്ളൂ. നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ എത്ര ദിവസം ഓടണം, അത്ര ഒരു പൈസ, ഒരു 1000 രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എത്ര ദിവസം ഓടണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും അപേക്ഷ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്ത് മെനക്കേട് നമുക്ക് വരുന്നുള്ളൂ. ഇതെല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കാം, അതുവഴി പോകുമ്പോഴോ ഒക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അപേക്ഷ കൊടുക്കുക. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക. നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്, ഡ്രൈവർ തൊഴിലാളിയാണ്, കൂടുതലും ഓട്ടോറിക്ഷ പ്രസ്ഥാനമാണ്. 10-20 വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ. അപ്പം നമുക്കിതറിയാം. ഞാനും അംഗമായിട്ട് ഇപ്പോൾ 8 വർഷം ആയുള്ളൂ. ആദ്യകാലത്തൊന്നും ഞാൻ അംഗമാവില്ല, അന്ന് നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലായി വന്നപ്പോഴാണ് ഇത് നല്ല കാര്യമാണെന്ന് പറഞ്ഞത്. ഞാനും ഇപ്പോൾ കോവിഡ് സമയത്ത് തന്നെ പൈസ മേടിച്ചെടുത്ത് 2 വട്ടം നമുക്ക് ധനസഹായം കിട്ടിയായിരുന്നു. എനിക്കും കിട്ടി അംഗത്വം എടുത്ത സമയത്ത്. അംഗത്വം എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞാൽ കോവിഡ് വന്നേ. അപ്പം എല്ലാവരും ഇതിനകത്ത് അംഗമാവുക. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ അടുത്ത് കിടക്കുന്ന സഹപ്രവർത്തകരുടെ കാര്യങ്ങൾ പറയുക. മോട്ടോർ തൊഴിലാളി ക്ഷേമ നിയമോടിൽ നിന്ന് ഇപ്പം പഠനോപകരണ വിതരണത്തിനുള്ള അപേക്ഷ ഉണ്ട്. എടാ നിൻ്റെ കുഞ്ഞ് 5-ൽ പഠിക്കുന്നത്, നീ അപേക്ഷ കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ അന്ന് ഓർമ്മിപ്പിക്കുക. ഓക്കെ, വീഡിയോ കാണാതെ എല്ലാവരിലേക്കും നമ്മൾ ഈ കാര്യങ്ങളോടൊന്ന് അവതരിപ്പിക്കുക. നമ്മൾ ഡ്രൈവർമാർക്ക് അവതരിപ്പിക്കാൻ പറ്റും. കാരണം ഒരു ഡ്രൈവർ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയോജനം വരത്തില്ല മറ്റുള്ളവർക്ക്. മറ്റുള്ളവർ ചെയ്യുന്ന ഡ്രൈവർ മേഖല ഉള്ളവരല്ല, ഞാൻ ഡ്രൈവർ മേഖല ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളോട് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ, കാരണം എൻ്റെ അറിവ് വെച്ചും നമ്മൾ ഈ മേഖലയോട് നിൽക്കുന്നതിന് പേരിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ടും ക്ഷേമനിധി ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ വീഡിയോ ആയിട്ടും മറ്റൊരു വീഡിയോ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.